തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 9 നടന്നല്ലോ. ഡിസംബർ 13 വോട്ടെണ്ണൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലപ്രവചനങ്ങൾ സാധാരണഗതിയിൽ അസാധ്യമായ ഒന്നാണെന്ന് പറയാം. കാരണം രാഷ്ട്രീയ പാർട്ടികളെക്കാൾ വ്യക്തികൾക്കും ബന്ധങ്ങൾക്കുമാണ് വോട്ടർമാർ പ്രാധാന്യം നൽകുന്നത്. എങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 3 കോർപ്പറേഷനുകളിലെ ഫലം എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി വാർഡ് പുനഃസംഘടന നടത്തിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാ കോർപ്പറേഷനുകളിലും ഒരു വാർഡ് വീതം അധികമായി വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത. സ്ത്രീ സംവരണ സീറ്റുകളും ജാതി സംവരണ സീറ്റുകളും വ്യത്യാസപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് തിരുവനന്തപുരം, കൊച്ചി, കൊല്ലം എന്നീ 3 കോർപ്പറേഷനുകളിൽ നിന്നും ശേഖരിച്ച പ്രീ പോൾ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ആര് ഭരണം നേടുമെന്ന വിശകലനം ഒന്ന് നോക്കാം. ഈ പ്രവചനത്തിന് പ്രധാനമായും പരിഗണിച്ചിരിക്കുന്ന ചില ടൂളുകളുണ്ട്. 2020 തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടന്ന സീറ്റുകൾ ആരുടെ ഒപ്പം നിന്നു എന്നതും ഇനി അത് എവിടേക്ക് ചായാനാണ് സാധ്യത എന്നതും പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഈ സീറ്റുകളെ നമുക്ക് സ്വിംഗ് സീറ്റുകൾ എന്ന് വിളിക്കാം. ഇത് കണക്കാക്കിയാണ് അനാലിസിസ് നടത്തിയിട്ടുള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, വിമത ഭീഷണി എന്നിവയും പരിഗണന വിഷയമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിൽ കടുത്ത മത്സരമാണ് നടന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF കഴിഞ്ഞ തവണ ഭരണം പിടിച്ചത് വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ടായിരുന്നു. 100-ൽ 51 സീറ്റുകളാണ് തെരഞ്ഞെടുപ്പിൽ നേടിയത്. ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പിടിച്ചെടുത്ത് ഇത് 52 ഉയർത്തി. എന്നാൽ LDF ജയിച്ച സീറ്റുകളിൽ 20-25 എണ്ണം, അതായത് പകുതി സീറ്റുകളോളം ഏത് സൈഡിലേക്കും ചായാൻ സാധ്യതയുള്ളവയാണ്. ഈ സീറ്റുകളെ ദുർബല സീറ്റുകൾ എന്ന് നമുക്ക് വിളിക്കാം. ഈ സീറ്റുകളിൽ 2ാം സ്ഥാനത്തെത്തിയത് BJP ആണ്. അതാണ് തങ്ങൾ അധികാരം നേടും എന്ന് NDA മുന്നണി അവകാശപ്പെടാനുള്ള പ്രധാന കാരണം. ഇത്തവണ 101 സീറ്റുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. BJPക്ക് 35 സീറ്റുകളായിരുന്നു 2020 ലഭിച്ചത്. അവർക്ക് 10 സീറ്റുകൾ വർദ്ധിച്ചേക്കും എന്നാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. LDFൻ്റെ ഭൂരിപക്ഷമാവും ഇതുമൂലം കുറയുന്നത്. UDF ശക്തമായ മത്സരം കാഴ്ചവെച്ചാൽ നിലവിലെ 10-ൽ നിന്ന് LDFൻ്റെ ദുർബല സീറ്റുകൾ അവർ സ്വന്തമാക്കും. അങ്ങനെ ഉണ്ടായാൽ BJP ആയിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലെത്തുക. അതിനായില്ലെങ്കിൽ തൂക്കുസഭയ്ക്കാണ് സാധ്യത. കൊച്ചിയിൽ LDF അധികാരത്തിലെത്തിയത് വിമത പിന്തുണയോടെയായിരുന്നു. 31 സീറ്റ് കൈയടക്കിയ UDFന് പിന്നിൽ 29 സീറ്റുകൾ നേടി 2ാം സ്ഥാനമായിരുന്നെങ്കിലും വിമതർ ഉൾപ്പെട്ട 5 സ്വതന്ത്രരെ സ്വന്തം പാളയത്തിലെത്തിച്ചാണ് LDF അവിടെ ഭരണം എത്തിപ്പിടിച്ചത്. LDF ജയിച്ച 12 മുതൽ 17 വരെ സീറ്റുകൾ നിലവിൽ പ്രവചനാതീതമാണ്. ഇവയെ നമുക്ക് തീവ്ര സ്വിംഗ് സീറ്റുകൾ എന്ന് വിളിക്കാം. ഫലം മാറിമറിയാൻ സാധ്യതയുള്ള ദുർബലമായ 15-20 സീറ്റുകൾ കൊച്ചി കോർപ്പറേഷനിലുണ്ട്. LDFൻ്റെ സീറ്റുകൾ ഉൾപ്പെടെയാണിത്. ഇവ പിടിച്ചെടുത്ത് UDF കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുമെന്നാണ് കരുതുന്നത്. കൊല്ലത്ത് ഇത്തവണയും പരമ്പരാഗത യുദ്ധം ആവർത്തിക്കുമെന്നാണ് കണക്കുകളിൽ തെളിഞ്ഞത്. കൊല്ലം കോർപ്പറേഷനിൽ LDFും UDFും നേരിട്ടുള്ള പോരാട്ടമാണ് കാഴ്ചവെച്ചത്. 2020 തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് LDF കൊല്ലം കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയത്. ആകെയുള്ള 55 സീറ്റുകളിൽ 39 അവർ നേടിയപ്പോൾ UDFന് 9 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. 6 സീറ്റുകൾ NDAയ്ക്കും ലഭിച്ചു. ഫലം മാറിമറിയാൻ സാധ്യതയുള്ള 10 സീറ്റുകൾ മാത്രമാണ് കൊല്ലം കോർപ്പറേഷനുള്ളത്. LDFൻ്റെ ഇരിക്കുന്ന ഈ സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ പോലും അവരധികാരത്തിൽ വരും. ഇനി ഈ ഫലങ്ങളെ നമുക്ക് ഇങ്ങനെയൊന്ന് ക്രമപ്പെടുത്താം. കൊല്ലം കോർപ്പറേഷനിൽ LDF അധികാരത്തിൽ വരും. കൊച്ചി കോർപ്പറേഷൻ UDF തിരിച്ചുപിടിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തൂക്കുസഭ, BJP ഏറ്റവും വലിയ ഒറ്റകക്ഷി. ഇതൊരു ഗവേഷണപരമായ പ്രവചനമാണ്. ഈ വിശകലനം പൂർണ്ണവും ശരിയുമായിരിക്കുമെന്ന് പറയുകയോ സ്ഥാപിക്കുകയോ സാധ്യമല്ല. പ്രാപ്യമായ ടൂളുകൾ മാത്രമാണ് ഉപയോഗിക്കാനായിട്ടുള്ളത്. കോർപ്പറേഷനുകളിലെ ഗ്രൗണ്ട് ചിത്രം വ്യത്യാസപ്പെട്ടാൽ ഫലങ്ങൾ മാറിമറിയും.